ഹാപ്പി ഓണം ഡ്യൂഡ്. ചാച്ച പോയിട്ട് വരാം. ഹലോ എവരിബഡി, ഹാപ്പി ഓണം. അപ്പോൾ ഇത്തവണത്തെ ഓണം ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാതെ ഒരു വെറൈറ്റിക്ക് തൃശ്ശൂർ പോയി ആഘോഷിക്കാമെന്ന് വെച്ചു. കുറച്ച് നാളായി അമ്മ ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നു എനിക്ക് ചാവക്കാട് പോകണം എന്ന്. അതിൻ്റെ സന്തോഷവും കളിയും ചിരിയും ഒക്കെ ആയിട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു 9:30 ഒക്കെ അപ്പം ഞങ്ങൾ ചാവക്കാട് ബീച്ചിലെത്തി. ടിക്കറ്റ് എടുക്കാൻ ഒരു 10 മിനിറ്റ് കൂടി ഉള്ളതുകൊണ്ട് ബീച്ചിലിറങ്ങി. മമ്മിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ്. പ്രാർത്ഥിച്ചാണ് മമ്മി ചാവക്കാട്. ഇന്ന് പതിവില്ലാതെ അമ്മ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്തൂടെയെന്ന്. അങ്ങനെ അതാ ഉറക്കം പിടിച്ചിരുന്ന ഞാനൊരു ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തു. ഞങ്ങളിന്ന് മാച്ചിങ് ഡ്രസ്സാണ്. കണ്ട ആരും പറയില്ലല്ലോ ഇത് മാച്ചിങ് ആണ്. ഇതെൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ. ഞങ്ങൾ തമ്മിലൊരു ടോം ആൻഡ് ജെറി റിലേഷൻഷിപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദ മറൈൻ വേൾഡ് ആണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമാണ് തൃശ്ശൂർ ചാവക്കാടുള്ള ഈ മറൈൻ വേൾഡ്. ഇവിടെ പെർ ഹെഡ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം 400 റുപ്പീസാണ്. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയിലാന്ന് നോക്കിയേ. ആ വിൻറ്റേജ് കാറിനകത്ത് അവർ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോകത്തെ തന്നെ പല വെറൈറ്റി ഫിഷസും ഇവിടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി, ഇത്രയധികം ഫിഷ് വെറൈറ്റീസ് ഉണ്ടായിരുന്നോ എന്നാലോചിച്ചിട്ട്. അതും ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാലേ എന്തുമാത്രം കളേഴ്സിലാണെന്നറിയോ. നമ്മളെല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ല. ആൻഡ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ കൺസ്ട്രക്ഷനും അവിടുത്തെ ആർക്കിടെക്ചറും അവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതും. ഒരു ഓപ്പൺ ഫിഷ് സ്പാ ആണ് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണാൻ പറ്റിയത്. അവിടെ ആർക്ക് വേണമെങ്കിലും ഇരുന്ന് ഫിഷ് സ്പാ ചെയ്യാം. അത് കഴിഞ്ഞ് ചെറിയ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അവിടെ പോയി ഓരോ ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു. അപ്പയുടെ മുഖത്ത് ഈ സങ്കടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഐസ്ക്രീം കിട്ടാത്തതിൻ്റെയാണ്. അല്ല കേട്ടോ, അത് ബിസിനസ്സൊക്കെ ഇട്ട് ഒരു ദിവസത്തെ ഒഴിവെടുത്ത് വന്നതിൻ്റെയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ മാജിക് പോപ്സ് കഴിച്ചിട്ടുണ്ടോ? ഇത് വേറെ എന്തെങ്കിലും പേരിൽ അവൈലബിൾ ആണോന്ന് പോലും എനിക്കറിയില്ല. ഇതിങ്ങനെ വായിലിടുമ്പം തരിയായിട്ട് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് പൊട്ടുന്ന ഒരു തരം സ്വീറ്റാണ്. എത്ര കെമിക്കൽ കണ്ടന്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായി തോന്നി ഞാൻ കഴിച്ചതാണ്. എനിക്ക് മുന്നേ ഉള്ള എൻ്റെ വീട്ടിലെ യൂട്യൂബറാണ് അമ്മ. ആ അമ്മയുടെ ഉള്ളിലെ യൂട്യൂബർ ഉണർന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഈ സ്ഥലം 400 രൂപയ്ക്ക് വർത്താണോന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും അതേന്ന്. കാരണം ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവരിവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വീൽ ചെയർസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റാർ ഫിഷിനെ കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയല്ലേ ഇതിനൊക്കെ കാണാൻ. അതുപോലെ ഈ ഫിഷസിൻ്റെ ഫിൻസൊക്കെ നോക്കിയേ. ഈ കളർ കോമ്പിനേഷനൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 2 to 3 hours ഒക്കെ സ്പെൻഡ് ചെയ്തു. പക്ഷെ അതിൽ ഒരു മിനിറ്റ് പോലും എനിക്ക് ബോറടിച്ചതായിട്ടൊന്നും തോന്നിയില്ല. ആൻഡ് ഞാൻ നോക്കുമ്പോൾ കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒക്കെ ഒരുപോലെ ആസ്വദിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ടില്ലേ, ഒരു തരം വെറൈറ്റി പിറാനയാണ് ഇത് നീങ്ങുന്നത് കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നി. കണ്ടോ? അങ്ങനെ ഈ മീനുകളെയൊക്കെ കളിപ്പിച്ച് കഥകൾ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ അടിപൊളി ടണൽ ഞങ്ങൾ കണ്ടത്. പല വീഡിയോസിലും ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിനിടയിൽ ഒരു സ്പോട്ടിൽ വെച്ച് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഒരാളെടുത്തിരുന്നു. ഇത് പെയ്ഡ് സർവീസാണ്, നമുക്ക് പുറത്ത് പോയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞങ്ങളൊരു മൊഹിറ്റോ ഒക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴാണ് അവിടെ ഫിഷ് ഫീഡിങ് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോയി. വളരെ കൂളായിട്ടാണ് അപ്പയും അമ്മയും ബ്രദറും സിസ്റ്ററിനും ഒക്കെ കൊടുത്തത്. പൊതുവേ എന്ത് തരം അഡ്വഞ്ചർ ആക്ടിവിറ്റിയും ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ എന്താണെന്നറിയില്ല, വെൻ ഇറ്റ് കംസ് ടു കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എനിക്ക് ഭയങ്കര പേടിയാണ്. വീട്ടിലൊരു പട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതിന് തൊടാൻ ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് എനിക്ക് ഫിഷിനോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഒക്കെ വെക്കാൻ വേണ്ടി ഫിഷ് കട്ട് ചെയ്യാറുണ്ട്, അതിനെ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ തൊടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനും വളരെ ധൈര്യത്തോടെ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ വെൻ ഇറ്റ് കെയിം ടു മൈ ചാൻസ്, അപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് എനിക്ക് ഇത്രയും പേടിയാണ് ജീവനുള്ള മീനുകളെന്ന്. ഇതിനിടയിൽ പപ്പ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ കൈ മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ഫോഴ്സ്ഫുള്ളി. പക്ഷെ ഞാൻ അവിടെയും പേടിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്താൽ കൈ താഴ്ത്താൻ പറ്റുന്നില്ല. എനിക്ക് അവരെ കാണുമ്പോൾ പേടിയാവുക. ഇതുപോലെ പേടിയുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കെല്ലാം എന്നെ തന്നെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഇത്തിരി നേരം വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി. അവിടുന്ന് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 30 minutes. നേരെ ഗുരുവായൂരമ്പലത്തിലേക്കാണ് വിട്ടത്. നമ്മളിന്ന് സദ്യ കഴിക്കാൻ വന്നിരിക്കുന്നത് പഴയിടം രുചി എന്ന് പറഞ്ഞ് നമ്മളുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ അവിടെ സദ്യയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. 1 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര പെട്ടെന്ന് സദ്യ ഇങ്ങനെ കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് അത്ഭുതമായി.
ഇവിടെ സദ്യ കഴിക്കാൻ ഒരാൾക്ക് 300 രൂപയാണ് കേട്ടോ. എന്നാൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് 160 രൂപ വെച്ച് മാത്രമേ അവർ വാങ്ങിച്ചിട്ടുള്ളൂ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കറികൾ പകുതി കഴിഞ്ഞു പോയി എന്നാണ്. പക്ഷെ എന്തോ ഭാഗ്യം എന്ന് പറയണം, എല്ലാ കറികളും അതുകൂടാതെ 3 കൂട്ടം പായസവും ഞങ്ങൾക്ക് അവർ എത്തിച്ചു തന്നു. പലതരം സദ്യകൾ പലയിടത്തു നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പാലട പായസവും അടപ്രഥമനും അതിനൊപ്പം ചെറുപയറു പായസവും ചേർത്ത് ഒരു പിടി പിടിച്ചു. എന്താ പറയുക, മൃഷ്ടാന ഭോജനം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. സംഗതി ഞാനൊരു എക്സ്പേർട്ടിനെ പോലെയാണ് ഇതൊക്കെ കഴിക്കുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിലും എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ. ഈവൻ അവിടെയുള്ള കറികളിൽ പകുതിയും എന്താണ് പേര് എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ സദ്യ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കഴിച്ച് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. 4 ഗ്ലാസ് പായസം കഴിഞ്ഞ് 5ാമത്തെ ഗ്ലാസ് ഇതാ വടിച്ച് കുടിക്കുകയാണ് എൻ്റെ പപ്പ. അവിടെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാട്ടോ ഞാനിതിൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാത്രി എനിക്ക് കൈപ്പങ്ങ ജ്യൂസ് തന്നാൽ മതി ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ 2 പായസം കുടിച്ച് കഴിഞ്ഞ് 3ാമത്തെ പായസം ഇലയിൽ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ 1 ഇഞ്ച് സ്ഥലം പോലും വയറ്റിൽ ബാക്കി വെക്കാതെ ഇലയും തൂത്ത് വടിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പഴയടത്ത് നിന്ന് ഇറങ്ങി. ഏറ്റവും രുചികരമായിരുന്നു. 3 തരം പായസവും പപ്പടവും എല്ലാം കൊണ്ടും സമൃദ്ധിയായിരുന്നു ഓണസദ്യ. അമ്മയുടെ മുഖത്ത് എക്സ്പ്രഷൻ കണ്ട് പേടിക്കാൻ കേട്ടോ. സംഗതി യൂട്യൂബ് ആണെങ്കിലും അമ്മ ഒരു റിട്ടയർഡ് ടീച്ചറാണ്. അപ്പോൾ ഒരു മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ഒരു എൻട്രൻസ്. നമ്മൾ 5 പേരും ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എവിടെയാണ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞങ്ങൾ ചുറ്റി നടന്ന് അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനിടയിൽ കുറേ കുട്ടികൾ അരങ്ങേറ്റമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. ഒരു കുച്ചിപ്പുടി കണ്ടിറങ്ങിയതിൻ്റെ ആഫ്റ്റർ മാത്താണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളെല്ലാവരും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരും ഒക്കെ ആണെങ്കിൽ കൂടി എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ 2:30 ആയപ്പോൾ ഞങ്ങൾ നേരെ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ടിക്കറ്റിന് 10 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഒരു കായലാണ്. അതിന് സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ള പടവുകളും ചെറിയ ചെറിയ പാലങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു കുട്ടി പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു സമയപരിധിയൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആയപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടി തുടങ്ങിയത്. ഇവിടെ ഈ കായലിൻ്റെ സൈഡിലിരുന്ന നല്ല കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സർവീസസ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്, കയാക്കിംഗ്, പെഡൽ ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ്, ചങ്ങാടം, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജസും ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞ് ആ വഴിയിൽ അവസാനം വരെയും നടന്നു പോയതിന് ശേഷം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോന്നു. ഇന്ന് തിരുവോണ ദിവസമാണ്. റോഡിൽ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾക്ക് ഏകദേശം ഒരു 4 മണിക്കൂറുണ്ട് തിരിച്ച് ഡ്രൈവ് നിലമ്പൂർക്ക് എത്താൻ. അതുകൊണ്ട് ഓരോ ഇളനീരൊക്കെ കുടിച്ച് ഞങ്ങളുടെ ക്ഷീണം ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം വണ്ടി എടുത്ത് നേരെ പോകുന്നു കേട്ടോ. പിന്നീട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ വലിയ എനർജി ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 5 മണിയായപ്പം ഞങ്ങളൊരു ബ്രൂ കോഫി കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അതിനുശേഷം ഒരു 8:30 വീട്ടിലെത്തി. പോരുന്ന വഴിക്ക് ഞങ്ങൾ മോമോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സ് കണ്ടുകൊണ്ടായിരുന്നു മോമോസ് കഴിച്ചത് കേട്ടോ. ഫ്രണ്ട്സ് ഫോളോവേഴ്സ് കമൻറ്റ് ബിലോ. ആൻഡ് അതിനുശേഷം ഞങ്ങൾ വിശേഷം മൂവി കണ്ടു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.